ഇനി നമുക്കൊരു മോരുകറി ഉണ്ടാക്കിയാലോ. അതിനായി ഞാൻ കുറച്ച് തൈരിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് ഉടച്ചു വെച്ചിട്ടുണ്ട്. അതിന് ആവശ്യമായത് എന്തൊക്കെയാണെന്ന് നോക്കാം. വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ താളിക്കാൻ ആവശ്യമായ കടുക്, ഉലുവ, ജീരകം, ചുവന്ന മുളക്, കറിവേപ്പില. പിന്നെ വേണ്ടത് കായപ്പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ. ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് മോര് അടുപ്പത്ത് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. മോര് ചെറുതായിട്ട് ചൂടാക്കി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടാവട്ടെ. ഇനി നമുക്ക് ഉലുവ, കടുക്, ജീരകം ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കറിവേപ്പില, ചുവന്ന മുളക് ചേർത്ത് കൊടുക്കാം. കായപ്പൊടി, മഞ്ഞൾപ്പൊടി, ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇനി ചൂടാറിയതിന് ശേഷം നമുക്ക് മോരിലേക്ക് ചേർക്കാവുന്നതാണ്. മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം.